നമ്മൾ ഫ്രൂട്ട്സ് അതുപോലെ ഇങ്ങനെ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു നെറ്റ് കവർ നമ്മൾ കിട്ടും. നമ്മളത് തുറക്കാൻ അത് ശരിക്കും അഴിക്കാൻ കിട്ടാതെ നമ്മളത് കട്ട് ചെയ്ത് കളയുക ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കവർ കളയാതെ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 4 കോഴിമുട്ടയാണ് കേട്ടോ വെക്കുന്നത്. ഇത് മാത്രമല്ല വേറെ എന്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതുപോലെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചുറ്റും ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായി തന്നെ നമുക്കിതിനകത്ത് ഈ ഒരു മുട്ട നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. മുട്ട മാത്രമല്ല എന്തും വെക്കുമ്പോൾ നല്ലൊരു ഭംഗി കൂടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതായാലും ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടിയ മുട്ട നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിനകത്തും ഇതുപോലെ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബോക്സിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ. പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ തോടെങ്ങാനും അതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൈ നല്ലോണം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പെട്ടെന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തോട് അതിന് വളരെ കുഞ്ഞു തോടാണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.